പരിപ്പും കുമ്പളങ്ങയും ഒഴിച്ചുകറി ഉണ്ടാക്കാണ്. അപ്പോൾ അതിലേക്ക് പരിപ്പ് കഴുകിയിട്ടു ഒരു ചെറിയ ഗ്ലാസ്, അതിലേക്ക് ഒരു 1/2 കിലോ കുമ്പളങ്ങ ചെറിയ പീസാക്കിയിട്ടു, 4 ചുവന്നുള്ളി നൈസാക്കി അരിഞ്ഞിട്ടു, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളകും പൊടി, ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പൊന്തി വരാണ്ടിരിക്കാനാണ്. പിന്നെ ഞാൻ ഇതിന് പുളിക്ക് പകരം ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ്. കുടംപുളിയുടെ ഒരു എല്ലി അത് ഇതിൻ്റെ മീതെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം. പരിപ്പ് അതിൻ്റെ അടിയിലുണ്ട്. പരിപ്പ് ഉണ്ടോ? പരിപ്പ്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ പരിപ്പും കുമ്പളങ്ങയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും കുമ്പളങ്ങയും. ഇനി നമ്മളതിലേക്ക് ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ എല്ലാവരും അരച്ച് ചേർക്കാൻ ചെയ്യുക. എനിക്കതിനെക്കാട്ടും ഇഷ്ടം നാളികേര പാൽ ചേർത്തുണ്ടാക്കുമ്പോൾ രുചി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ട, നന്നായി വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും കുമ്പളങ്ങയും. ഇനി നമുക്ക് നാളികേരപ്പാൽ ചേർക്കാം. ഇനി ഒരു മുറി നാളികേരത്തിൻ്റെ പാലാണ് ചേർക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തീ രണ്ടാമത് കത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് കടുക് കാച്ചാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. കറി നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കി കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം. നമ്മൾ കടുക് താളിച്ച് ഒഴിച്ചു. അപ്പോൾ നല്ല പരിപ്പും കുമ്പളങ്ങയും കറിയാണ്. തേങ്ങാപ്പാലിൽ വെച്ച് നോക്കുക എല്ലാവരും. ഇപ്പോൾ നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണ്. നാളികേരമുള്ള വീട്ടുകാരൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. കറി റെഡി. ഉപ്പും എരിവ് പുളി ഒക്കെ കറക്റ്റാണ്. കണ്ടോ?